ഇതിലൊക്കെ കിടക്കുന്നു അതിൻ്റെ അത് പിന്നെ അതിനൊരു ഫ്ലേവറിന് ഇട്ട് ഇല വേണ്ട. അപ്പോൾ ഒരു പീസ് നാരങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നാരങ്ങ ഇതിലോട്ട് പിഴിയാം. നമുക്ക് മതിയാവും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ കളറ് കണ്ടോ. നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല കിഡിലൻ 3 ഡ്രിങ്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കിഡിലൻ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഉണ്ടാക്കിയ ചായ കേട്ടോ. എങ്ങനെയുണ്ട് കളറ്? നല്ല ചുമന്ന കളറല്ലേ, പക്ക ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഹബിസ്കസ് ടീ എന്ന്. അതായത് ജമൈക്കയിലൊക്കെ അതായത് അത്രയും പ്രചാരത്തിലുള്ളൊരു ഡ്രിങ്കാണ്. നമ്മുടെ ഇവിടെ അത്രയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഈ സാധനം ചുമ്മാ ചെമ്പരത്തിപ്പൂവും സ്പൈസസും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ജമൈക്കയിലൊക്കെ ഇതിനകത്ത് റമ്മൊക്കെ ഒഴിച്ച് അവർ തണുപ്പിച്ചാണെങ്കിലും കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പോയി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കണം. ചെമ്പരത്തിപ്പൂ നല്ല ചുമന്ന ചെമ്പരത്തിപ്പൂവാണ്. അതൊരു 2-3 എണ്ണം പറിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകൾ നമുക്ക് വേർപെടുത്തി എടുക്കണം. അതാണ് ഏറ്റവും ആദ്യത്തെ പണി. അപ്പോൾ ഇതിൻ്റെ എതൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ അടർത്തിയിടാം. എതൾ മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകളൊക്കെ നമ്മൾ ഇങ്ങനെ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകളൊന്ന് കഴുകിയെടുക്കാം. ഇതിലേക്ക് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചെറിയ കലത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് മതി. അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം, ഏലക്ക ഒരു 3-4 ഏലക്ക നമുക്കൊന്ന് ഇതിൻ്റെ തൊലിയൊന്ന് പൊട്ടിച്ചിടാം. മതി. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറുവപ്പട്ട ഏലക്കയൊക്കെ ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പയിൽ നിന്ന് വാങ്ങാം. ഈ തിളപ്പിച്ച വെള്ളം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആഹാ, നല്ല ഏലക്കയുടെയും കറുവപ്പട്ടയുടെയൊക്കെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഫുള്ള് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. കണ്ടോ, അതിനൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചെമ്പരത്തി പൂവിനൊക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു പീസ് നാരങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നാരങ്ങ ഇതിലോട്ട് പിഴിയാം. നമുക്ക് മതിയാവും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ കളറ് കണ്ടോ. കാണുന്നുണ്ടോ? പ്യുവർ റെഡ് ആയില്ലേ. അപ്പോൾ ഇതിൽ കണ്ടോ, നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞപ്പോൾ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇതിന് ശരിക്കും പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബിസ്കസ് ടീ എന്നാണ് കേട്ടോ. ഇതൊരു ജമൈക്കൻ ഡ്രിങ്കാണ്. ഇതിനകത്തേക്ക് ജമൈക്കക്കാർ റമ്മൊക്കെ ഒഴിച്ചും ഒക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹബിസ്കസ് ടീ നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് മാറ്റാം. അതിന് മുന്നായിട്ട് ഇതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ. നമുക്ക് 2 സ്പൂൺ മതി. ഇതിലോട്ട് ഇനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചത് ആ ബൗളിൽ നിന്ന് കറക്റ്റ് താഴത്തേക്കാണ് പോയത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾ നോക്കിയേ, അടിപൊളി കളറല്ലേ, പക്ക ചുമന്ന കളർ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇതിലിട്ട് ഈ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹബിസ്കസ് ടീ. അടുത്ത നമ്മുടെ ഐറ്റമാണ് ബ്ലൂ ലഗൂൺ ലെമൺ ജ്യൂസ്. അടിപൊളിയല്ലേ, കാണാനൊക്കെ നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് നേരെ പോയി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ലെമൺ കട്ട് ചെയ്യാം.
ലെമൺ കട്ട് ചെയ്ത് അത് പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. മതിയാവും, ഒരുപാടൊന്നും വേണ്ട, അത്രയും മതിയാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നമ്മളൊരു 4 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഓരോരുത്തർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ഇടാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഇളക്കുക. അത് ഈ പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചത് കേട്ടോ. ലെമൺ ഒന്ന് നൈസായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട്, എന്നാലേ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ആവുള്ളൂ. അപ്പോൾ പഞ്ചസാര നമുക്ക് സിറപ്പാക്കി ഞാൻ ഒഴിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും 2 ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര ഇടുന്നതിന് വേറൊരു ടേസ്റ്റാണ്, ഷുഗർ സിറപ്പാക്കി ഒഴിക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര തന്നെ ഇട്ടത് കേട്ടോ. മാക്സിമം പഞ്ചസാര തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കസ്കസ് വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ കസ്കസ് സീഡ്സ് അറിയാൻ തോന്നുന്നു. അപ്പോൾ ഇതിലേക്കിട്ട് ഇതൊന്ന് നൈസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സാൾട്ട് ഒരുപാട് വേണ്ട, ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഒരു പച്ചമുളക് നടുവേ ഇങ്ങനെ ഒന്ന് കീറുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഏറ്റവും അവസാനം വേണം നമ്മുടെ ബ്ലൂ കുറാസോ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ. ഈ ബ്ലൂ കുറാസോ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടാവും ഈ നീല കളർ കൊടുക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂ കുറാസോ സിറപ്പാണ്. ഇതൊരു ഫ്രൂട്ട് സിറപ്പാണ്. നോർമലി കോക്ടെയിലിലും മോക്ടെയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിറപ്പാണ്. നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ പോയി ചോദിച്ചാൽ മതി ബ്ലൂ കുറാസോ. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൂ ലഗൂൺ ലെമൺ ജ്യൂസ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നമുക്ക് എളുപ്പം പോയിട്ട് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മാങ്ങ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. മാങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിൽ നമുക്കിത് അടിച്ചെടുക്കാൻ എളുപ്പത്തിന്. വലിയ വലിയ പീസാക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിക്കകത്തിട്ട് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മാങ്ങ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ മാങ്ങ എടുക്കണമെന്നൊന്നുമില്ല, ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മൂവാണ്ടൻ മാങ്ങയാണ്. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് അതിലിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പം ഒരുപാട് ഇടല്ലേ, ഒരു ചെറിയൊരിത് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് മാത്രം മതി. അടുത്തായിട്ട് പഞ്ചസാര, നമ്മളൊരു 5 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. നമുക്കൊരു പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുക്കാം. പച്ചമുളക് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ ഒരെണ്ണം ഇടരുത് കേട്ടോ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എരിവ് കുറവാണ്, തീരെ കുറവാണ്, അത്ര മൂത്ത സാധനമല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇടുന്നത്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് തേങ്ങ തിരുമ്മി എടുത്തത് കേട്ടോ. തേങ്ങ ഞാൻ ചെറിയ എടുത്താണ്, കുറച്ച് മതി. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിൽ. ഇതിന് മിക്സിക്കകത്ത് വെച്ച് അടിച്ചെടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ ഈ ബൗളിലേക്ക് അരിച്ചെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ ജാറിനകത്ത് കുറച്ചുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം മറിഞ്ഞു വീഴുമോ? മാറ്റി വയ്ക്കാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ റോമാങ്കോ പഞ്ച് പച്ചമാങ്ങ ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പെർഫെക്റ്റ്. അപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ള ഗാർണിഷായിട്ട് നമുക്ക് ഒരു മാവിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ കാണാൻ ഒരു നൈസല്ലേ. അപ്പോൾ നമ്മുടെ 3 ഡ്രിങ്ക്സും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമുക്കിനി കുടിച്ചു നോക്കാം. ഹായ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാംഗോയുടെ ഡ്രിങ്ക് നമുക്ക് കുടിച്ചുകൊണ്ട് തുടങ്ങാം. ഇലയൊക്കെ എടുത്ത് കളഞ്ഞോടാ, അതെന്തിനാണ് അവിടെ വെച്ചേക്കണേ? അത് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിന് ഇളക്കൊന്നും വേണ്ട, കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ഓവർ എക്സ്പ്രഷൻ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റ്, നല്ല കിട്ടു സാധനം കേട്ടോ. നല്ല ആ മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നല്ല പൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ആ, പിന്നെന്താണ് ഇത്, ഞാൻ മൊത്തം കുടിക്കട്ടെ? നീ കുടിച്ചോ? ഓ പിന്നെ അവിടെ കുറച്ച് ബാക്കി ഇരിപ്പില്ലേ? ആ, ബാക്കി കുറച്ചുണ്ട്. കുടിച്ചോ? അപ്പോൾ ബാക്കി അതെല്ലാം കുടിക്കണം കേട്ടോ. മൊത്തത്തിൽ നമുക്ക് അതല്ല, അപ്പുറത്തിരിക്കുന്ന കൂടെ കുടിക്കണം. കുടിക്കും ഞാൻ. പിന്നെ ഇനി അതടുത്ത് എനിക്ക് മെയിനായിട്ട് കുടിക്കേണ്ടത് ഇതാണ്. നമുക്ക് ചെമ്പരത്തി കൊണ്ടുള്ള ചായ കുടിക്കും. ഇത് കാണുമ്പോൾ തന്നെ നല്ല പൊള്ളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. ഇത് ഉണ്ടാക്കുന്നതും ആ കളർ. എടുത്തോ പൂവൊന്നും വെക്കണ്ട, അതൊക്കെ ചുമ്മാ ഭംഗിക്കിട്ടല്ലേ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്ക് ചായ കുടിച്ച് നോക്കാം. ഇത് എനിക്ക് നല്ല അട്രാക്റ്റീവാണിത്. ഇത് കണ്ടിട്ടില്ല ഇതിനു മുമ്പ്? ഇല്ല. അടിപൊളി ടേസ്റ്റ്. നീ ക്യാമറയിലേക്ക് നോക്കി പറയടാ. നല്ല അടിപൊളി ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ലെമണിൻ്റെ ഒക്കെ പിഴിഞ്ഞൊഴിച്ചതിൻ്റെ ഒക്കെ പൊള്ളി ടേസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല കിഡു സാധനം. ഞാൻ അങ്ങനെ ഇതിൽ വർണ്ണിക്കുക ഒരുപാട്. വർണ്ണിക്കുന്നൊന്നുമില്ല. യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചെമ്പരത്തി കളറിൻ്റെ അതൊക്കെ ഒരു നല്ല വെറൈറ്റി സാധനമല്ലേ? പക്കാ വെറൈറ്റി ആണിത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം ഇവിടെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ ഇത്. ആ, ഓക്കെ. വൺ ടാസ്ക്കാണ് ഇതേ. നമ്മുടെ ലൈമ് പൊളി കണ്ടാ എങ്ങനെയുണ്ട്? കിട്ടുമല്ലേ? പിന്നെ അല്ലേ, അതാണ് നമ്മൾ വേറെ ലെവലായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിലിങ്ങനെ കുടിക്കാം. നല്ല സൂപ്പർ സാധനം കേട്ടോ. ക്യാമറ നോക്കി പറയടാ. ഇതിൽ എല്ലയൊക്കെ കിടക്കുന്നു. അത് പിന്നെ അതിനൊരു ഫ്ലേവറിനിട്ട് ഇല വേണ്ട. ഓക്കെ, നല്ല പശു കാടി കുടിക്കുന്ന പോലെ ഒന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ, നമ്മളെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന പോലെ ഒന്നല്ല, ഇത് വേറെ ലെവല്, അതുക്കും മേലെ. ഓക്കെ, പൊളി. അപ്പം എല്ലാവർക്കും ചിയേഴ്സ്. നമ്മുടെ ചെക്കൻ കുടിച്ച് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ കറക്റ്റായിട്ടേ പറയുള്ളൂ. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ നമ്മൾ കുടിച്ചിട്ടുള്ളതാണല്ലോ. കിട്ടു സാധനം കേട്ടോ. എന്താ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഏലക്കയുടെ അത്രയ്ക്കില്ല, കറുവപ്പട്ടയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. പിന്നെന്താ, നാരങ്ങയുടെ പുളിയുണ്ട്, മധുരമുണ്ട്. പിന്നെ ചെമ്പരത്തിന് ഈ കളർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നല്ല ഹെൽത്തി ഐറ്റമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇതുപോലെ വൈവിധ്യമാർന്നതും സ്വാദിഷ്ടമായിട്ടുമുള്ള വിഭവങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മനോഹരമായിട്ടുള്ള അടിപൊളി ഐറ്റംസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും പീസ്.